മുസ്ലിം സംഘടനകളുടെ എതിർപ്പിനെ മറികടന്ന് സ്കൂളുകളിൽ സുംബ ഡാൻസ് നിർബന്ധമാക്കുമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് സംസ്ഥാന സർക്കാർ. തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അത് പറഞ്ഞു മനസ്സിലാക്കുമെന്നും രാഷ്ട്രീയമെങ്കിൽ അതിനെ നേരിടുമെന്നും വിദ്യാഭ്യാസ മന്ത്രി ഇന്ന് വ്യക്തമാക്കി. സർക്കാർ നിലപാടിനെ പിന്തുണച്ച് ഡിവൈഎഫ്ഐയും യൂത്ത് കോൺഗ്രസും KSUവും രംഗത്തെത്തി. സ്കൂളുകളിലെ സൂംബ ഡാൻസിനെതിരെ മുസ്ലിം സംഘടനകൾ വിമർശനം തുടരുമ്പോഴും തീരുമാനവുമായി സർക്കാർ മുന്നോട്ടാണ്. താല്പര്യമില്ലാത്ത കുട്ടികൾക്ക് സ്കൂളിനെ അറിയിക്കാം. സൂംബയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ലഹരിയേക്കാൾ കൊടിയ വിഷമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. ഇത്തരം എതിർപ്പുകൾ ലഹരിയേക്കാൾ മാരകമായ വിഷം സമൂഹത്തിൽ കലർത്തുകയും വിദ്യാഭ്യാസ മേഖലയെ മെച്ചപ്പെടുത്തുന്നതിന് പകരം വർഗീയതയ്ക്കും വിഭാഗീയതയ്ക്കും വളം നൽകുകയും ചെയ്യും. ആരും കുട്ടികളോട് അല്പവസ്ത്രം ധരിക്കുവാൻ ആവശ്യപ്പെട്ടിട്ടില്ല. സൂംബ ഡാൻസ് കുട്ടികളുടെ പഠനത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് SYS സംസ്ഥാന ജനറൽ സെക്രട്ടറി റഹ്മത്തുള്ള സക്കാഫി എളമരത്തിന്റെ പ്രതികരണം. വിദ്യാർത്ഥികൾ ഇടകലർന്ന് നൃത്തം ചെയ്താൽ ദൂരവ്യാപക പ്രത്യാഘാതം ഉണ്ടാകുമെന്ന് സംസ്ഥാന നേതാവ് ഡോക്ടർ ബഹാവുദ്ദീൻ നദ്വി. സർവതന്ത്ര സ്വതന്ത്രരായി നൃത്തം ചെയ്താൽ അത് ആ കുട്ടികളുടെ ഭാവി ജീവിതത്തിൽ വളരെ ഗുരുതരമായ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കുക. ഇത് ധാർമ്മിക ബോധമുള്ള രക്ഷിതാക്കൾക്ക് ഒരിക്കലും സഹിക്കാൻ കഴിയില്ല. സർക്കാർ നിലപാടിനെ പിന്തുണച്ച് ഡിവൈഎഫ്ഐയും യൂത്ത് കോൺഗ്രസും KSUവും രംഗത്തെത്തി. സൂംബ ഡാൻസ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലിപ്പോൾ സാർവത്രികമായ ആരോഗ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യവസ്ഥിതിയാണ്. അപ്പോൾ അതൊരു വിവാദമാകേണ്ട കാര്യം സത്യത്തിലില്ല. അതിനെയും മതത്തോട് കൂട്ടിച്ചേർത്ത് ഇവിടെ അവതരിപ്പിക്കുക, ഇതെല്ലാം എത്രമാത്രം ഒരു ആധുനിക സമൂഹത്തിന് ചേർന്നതാണ് എന്ന് ഇത്തരം വാദങ്ങൾ മുന്നോട്ട് വെക്കുന്ന ആളുകൾ സ്വയം ആലോചിക്കേണ്ടതാണ്. വിഷയത്തിൽ നിലപാട് കടുപ്പിക്കുകയാണ് MSFും മുസ്ലിം സംഘടനകളും. ആവശ്യമെങ്കിൽ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് വിഷയം ധരിപ്പിക്കാനാണ് തീരുമാനം. 24 കോഴിക്കോട്.